പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ നടത്തുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ തന്നെ താഴ്ത്താം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായ സ്തോത്രം. അല്പനേരം എൻ്റെ വചനമായി ഞങ്ങളായിരിക്കുന്നു, ബലപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അല്പനേരത്തെ ചിന്തിക്കാൻ നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 52 വാക്യം. ഉൽപ്പത്തി പുസ്തകം 41 52 വാക്യം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എബ്രീം എന്ന് പേരിട്ടു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യോസഫിൻ്റെ രണ്ടാമത്തെ മകനായ എബ്രീമിനെ കുറിച്ച് യോസഫ് പറയുന്ന ഒരു പദമാണ്. ഇവിടെ യോസഫ് പറയാണ്, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എബ്രീം എന്ന് പേരിട്ടു. സ്തോത്രം. ദൈവം സങ്കടദേശത്ത് വർദ്ധിപ്പിച്ചു എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് നമുക്ക് അതിൻ്റെ മേളത്തെ വാക്യം കൂടി നമുക്ക് ചേർന്ന് വായിക്കാം. 51 വാക്യം. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനേശ എന്ന് പേരിട്ടു. തൻ്റെ ആദ്യ മകന് യോസഫ് പേരിട്ടത് മനേശ എന്ന് പേരിടുവാനിടയായി തീർന്നു. അതിന് അവിടെ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ്, എൻ്റെ കഷ്ടതയും എൻ്റെ പിതൃഭവനവും മറക്കുമാറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവന് മനേശ എന്ന് പേരിട്ടു. രണ്ടാമത്തെ പദം ഇങ്ങനെയാണ്, രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 52 വാക്യം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എബ്രീം എന്ന് പേര് ഇട്ടു. ആമേൻ. അതിൻ്റെ അർത്ഥങ്ങളൊന്നുമല്ല ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. 1-2 കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞ് ബലപ്പെടുത്തി ദൈവസന്നിധിയിൽ എൻ്റെ വാക്കിന് വിരാമം കൊടുക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. യോസഫ് പറയുകയാണ്, സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു. യോസഫിൻ്റെ സങ്കടം പൊട്ടക്കിണറ്റിൽ വീണ ആ നിമിഷം മുതൽ തനിക്ക് ഉണ്ടായ മൂത്ത മകൻ സ്തോത്രം ഹല്ലേലൂയ ഒന്നുമല്ല, രണ്ടാമത്തെ മകൻ വന്നപ്പം സങ്കടദേശത്ത്, അതായത് എൻ്റെ ജീവിതത്തിലെ ഈ ദേശത്ത് ഞാൻ ആയിരിക്കുന്ന സങ്കടത്തോടെയായിരുന്നു ഇന്നലെ വരെ. ഈ ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തിന് എഫ്രൈം എന്ന് പേരിട്ടു. കാരണം താൻ അധികം സ്നേഹിച്ച തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്നോ അപ്പൻ്റെ സ്നേഹം അധികമായി ലഭിച്ചിട്ടും, ആമേൻ, എന്നാൽ അപ്പൻ തന്നെ സ്നേഹിക്കുവോളം തൻ്റെ ഭവനത്തിൻ്റെ അകത്ത് തൻ്റെ കൂടപ്പിറപ്പുകൾ എപ്പോഴും തന്നെ അകറ്റി നിർത്തുവാൻ ഇടയായി തീർന്നു. വേണമെങ്കിൽ പറയാം, സ്വന്തം കൂടപ്പിറപ്പുകളല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സൈഡിൽ പറഞ്ഞാൽ ആദ്യത്തെ ഭാര്യ ലേയിൽ സ്തോത്രം ഉണ്ടായ മക്കളാണ് തനിക്ക് മുഴുവനായി എതിരായി നിന്നത്. റാഹേലിലുണ്ടായ യോസഫിന് തനിക്കുണ്ടായ വേദന ജീവിതത്തിൽ മുഴുവൻ വേദനയാണ്. അവന് സ്തോത്രം 1-2 കാര്യം ഇവന് വേദന ഉണ്ടാകാൻ മെയിനായിട്ടൊരു വിഷയം. ഒന്ന്, അവൻ അപ്പൻ്റെ ഇഷ്ടപുത്രനായിരുന്നു. 2, ദൈവിക ദർശനങ്ങളെ പ്രാപിച്ചത് അത് അപ്പനോടും തൻ്റെ കൂടപ്പിറപ്പിനോടും പറഞ്ഞതാണ്. ഒരു സൈഡിൽ വേണമെങ്കിൽ പറയാം, ചില ദർശനങ്ങളും അവൻ കണ്ടിട്ട് അവൻ കുടുംബത്തെ പോലും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. താൻ അന്ന് ദർശനം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ അധികം സ്നേഹിക്കപ്പെടുമായിരുന്നിരിക്കാം. അല്ല, താൻ അപ്പനൊരു സ്തോത്രം വസ്ത്രം മേടിച്ചു കൊടുത്തത്, ഏറ്റവും ശ്രേഷ്ഠമായത് മേടിച്ചു കൊടുത്തത് ശത്രുത്വം ഉണ്ടാകുവാനിടയായെങ്കിൽ, ഇന്ന് അതിനോട് ഞാൻ ചേർത്ത് പറയും, ഇന്ന് പല കുടുംബങ്ങളിലും പല മാതാപിതാക്കന്മാർക്കും പഠിക്കുന്ന മക്കളെ അല്ലെങ്കിൽ നല്ലോണം ജീവിക്കുന്ന മക്കളെ വളരെ ഇഷ്ടമാണ്. ഇച്ചിരി പഠിക്കാത്ത, ഇച്ചിരി അലമ്പ് കാണിക്കുന്ന മക്കളെ
അവർ പലപ്പോഴും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ മക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മക്കളെ ഒരു പക്ഷെ നിങ്ങൾക്കൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ, അവരുടെ എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാക്കി അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ഈ നല്ലോണക്ക് പഠിച്ച് നീ ഒത്തിരി സ്നേഹിക്കുന്ന മക്കളെക്കാൾ ഉപരി ആ മക്കളായിരിക്കും നിന്നെ കരുതുന്നത്. ആമേൻ. യോസേപ്പിന് അതുപോലെ തന്നെ, യോസേപ്പിനെ അപ്പൻ അധികം സ്നേഹിച്ചു. അവനൊരു വസ്ത്രം നിലയങ്കി മേടിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, അടുത്ത ഒരു വിഷയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അവന് സ്വപ്നം കണ്ടു. എന്നതാ? നക്ഷത്രങ്ങളും സകലതും അവൻ വണങ്ങുന്നത്. ആ സ്വത്രം നമ്മൾ വയലിൽ കറ്റ കൊയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കറ്റകളെല്ലാം എഴുന്നേറ്റ് ഞാൻ കൊയ്ത് വെച്ച കറ്റയെ നമസ്കരിക്കുന്നു. ആര്? അപ്പൻ പോലും കൊയ്ത് വെച്ച കറ്റ, യോസേപ്പ് കൊയ്ത് വെച്ച കറ്റയെ നമസ്കരിക്കുന്നു. ദർശനം പ്രാപിച്ച ഒരു ദൈവ പൈതല്, വെളിപ്പാട് പ്രാപിച്ച ദൈവ പൈതലെ, വെളിപ്പാടും ദർശനം പ്രാപിച്ചിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആരംഭിക്കുക. എപ്പോഴാണ് നിനക്ക് ദർശനമുണ്ടാകുക? എപ്പോഴാണ് വെളിപ്പാടുകൾ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ദൈവിക ആലോചനകൾ നിനക്ക് ലഭിക്കപ്പെടുന്നത്? ആ നിമിഷം മുതൽ നിനക്ക് പ്രതികൂലം ആരംഭിക്കുക. അവൻ വീട്ടിൽ നിന്നും പുറത്തു നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പ്രതികൂലം ആരംഭിക്കുക. പക്ഷേ യോസേപ്പിനൊരു പ്രത്യേകതയുണ്ട്. യോസേപ്പ് ഒരിക്കലും ദൈവം തന്ന ദർശനത്തെ വിട്ടുകളഞ്ഞില്ല. ദൈവം തന്ന ദർശനത്തിന് ഒത്തവണ്ണം നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ വേണമെങ്കിൽ യോസേപ്പിന് പറയാമായിരുന്നു, എൻ്റെ കൂടപ്പറപ്പുകൾ എന്നെ പൊട്ടക്കിണറ്റിലെടുത്തിട്ടതാ, ഇനി എന്തിനാ ഈ ദൈവത്തെ മുറുകെ പിടിക്കുന്നത്? ഇല്ല. യോസേപ്പ് ഈ പൊട്ടക്കിണറ്റിൻ്റെ അകത്ത് കിടക്കുമ്പോഴും യോസേപ്പ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ജീവിതത്തിൽ അവൻ പൊട്ടക്കിണറിൻ്റെ അനുഭവം നമുക്ക് വരുമ്പോൾ, വേദനയുടെ, നിന്ദയുടെ, നിനക്കുണ്ടായിരുന്ന ചില നല്ല വസ്ത്രങ്ങളെ, ചില നന്മകളെ ഊരിയെടുത്ത് നിന്നെ സ്വത്രം കരിമ്പിൻ്റെ ചാറെടുത്ത് ചണ്ടി പുറത്തു കളയുന്ന പോലെ പൊട്ടക്കിണറ്റിലിട്ട അനുഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നുപോകുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ മറക്കാതെ പൊട്ടക്കിണറ്റിൽ എന്നാൽ നാളെ ഇട്ടവൻ തന്നെ നിന്നെ പുറത്തെടുക്കുവാനിടയായിത്തീരും. പുറത്തെടുക്കുന്ന ഒരു പക്ഷെ നല്ലതിനായിരിക്കില്ല, മറ്റൊരുവന് മിസ്രയീമിലേക്ക് വിൽക്കുവാനായിരിക്കാം. പക്ഷേ അവിടെ യോസേപ്പിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് മിസ്രയീമിലേക്ക് വിറ്റ് പോത്തിഫറിൻ്റെ ഭവനത്തിൽ വന്നു. ആമേൻ. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും, യോസേപ്പ് തൻ്റെ ദർശനത്തെയും താൻ വിശ്വസിച്ച് ഇറങ്ങിയ ദൈവത്തെയും മുറുകെ പിടിച്ചു. സാഹചര്യങ്ങൾ മുഴുവൻ, കൂടപ്പുറപ്പുകൾ മുഴുവൻ, ചുറ്റുപാടുകൾ മുഴുവൻ പ്രതികൂലമായിരുന്നപ്പോഴും യോസേപ്പ് വിശ്വസ്തയോടെ നിന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി. താൻ ചെന്ന ഭവനത്തിലും പോത്തിഫറിനുണ്ടായിരുന്ന സകലത്തെയും ദൈവം വർദ്ധിപ്പിച്ചു, അനുഗ്രഹിച്ചു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ സ്വത്രം അവിടെയും തനിക്ക് പ്രതികൂലമായപ്പോൾ അവിടെ നിന്ന് അടുത്തു പോകുന്ന തലമ ജയിലിൻ്റെ അകത്ത്. യോസേപ്പിന് പറയാം, ദൈവമേ, നിൻ്റെ ദർശനം മുഖാന്തരമല്ല ഞാനിതെല്ലാം അനുഭവിക്കും, പിന്നെ എന്തിന് ഞാനിത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണമെങ്കിൽ തള്ളിപ്പറയാം. ഈ ലോകത്തിലെ സ്വത്രം സന്തോഷങ്ങളെ അവൻ ആശ്രയിക്കാം. പക്ഷേ അതിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മുറുകെ പിടിച്ചു. അവൻ തൻ്റെ ശരീരത്തിൽ ചാട്ടകൾ കൊണ്ട് ആഞ്ഞടിക്കുമ്പോഴും സ്വത്രം താൻ ആശ്രയിച്ച ദൈവത്തെ മുറുകെ പിടിച്ചു. ആ മുറുകെ പിടിച്ച യോസേപ്പിനെ ദൈവം മാനിക്കാതെ വിടുമോ? ഇന്ന് പകരം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും യോസേപ്പിനെ പോലെ കഷ്ടതയിലൂടെ തീച്ചൂളയ്ക്കകത്തൂടെ കടന്നു വരുന്നൊരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ മാനിക്കാതെ ദൈവം വിടത്തില്ല കേട്ടോ. നിങ്ങളുടെ തലമുറകളെ മാനിക്കാതെ വിടത്തില്ല. നിങ്ങളുടെ സംരംഭങ്ങളെ ദൈവം മാനിക്കാതെ വിടത്തില്ല. നിൻ്റെ അവസ്ഥകളെ മാനിക്കാതെ ദൈവം വിടത്തില്ല. ആ ദൈവം വിശ്വസ്തനാണ്. അവിടെ നിന്ന് സ്തോത്രം തനിക്ക് കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും സ്തോത്രം യോസേപ്പിനൊരു പ്രത്യേകത, ചെന്നോടത്തെല്ലാം അവൻ അനുഗ്രഹിക്കപ്പെട്ടു. കാരണം പോത്തിഫറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പം
തനിക്കുണ്ടായിരുന്ന സകലത്തിനും അവൻ അവകാശം കൊടുത്തു. ആര്? പോത്തിഫർ, യോസഫിൻ്റെ കരത്തിൽ. കാരണം അവൻ വിശ്വസ്തനെന്ന് എണ്ണി. നമ്മളീ വിശ്വസ്തനെന്ന് എണ്ണട്ടെ. അഭിസ്തോത്രം. അടുത്തത് കാരാഗൃഹത്തിൽ ചെന്നപ്പോൾ കാരാഗ്രഹം പ്രമാണിക്ക് തോന്നി ഇവൻ വിശ്വസ്തനാ, ഇവൻ നല്ലവനാ. അവൻ കാരാഗ്രഹത്തിൻ്റെ താക്കോൽ അവനെ കരത്തിൽ കൊടുത്തു. ഇന്ന് പകൽ അമസ്തോത്രം, ഞാൻ നിങ്ങളോട് പറയട്ടെ, കാരാഗ്രഹത്തിലാണ് കിടക്കുന്നെങ്കിലും ചില അധികാരത്തിൻ്റെ താക്കോലുകൾ നിൻ്റെ കരത്തിൽ തരുവാൻ എൻ്റെ കർത്താവ് ശക്തനാ. ചില റെസ്പോൺസിബിലിറ്റികൾ തരുവാൻ എൻ്റെ ദൈവം ശക്തനാ. നീ അതിനെക്കുറിച്ചൊന്നും വറീഡാകണ്ട. നീ അവിടെ കാരാഗ്രഹത്തിൽ ചെല്ലുമ്പോൾ എന്താകുമെന്ന് ചിന്തിക്കേണ്ട. കാരാഗ്രഹത്തിൻ്റെ അകത്തും വിശ്വസ്തനായി നിൽക്കുന്നെങ്കിൽ ദൈവം പറയും ചില താക്കോൽ കൂട്ടങ്ങൾ നിൻ്റെ കരങ്ങളിൽ തന്ന് അധികാരത്തോടെ നടത്തുവാൻ ദൈവം നിന്നെ കൃപ ചെയ്യുമെന്ന്. വിശ്വസ്തനായിരിക്കുവാനാണ് ദൈവം ചോദിക്കുന്നത്. പക്ഷേ അവിടുന്ന് കൂടുതലുണ്ടായിരുന്നവർക്ക് വെളിപ്പാടെല്ലാം പറഞ്ഞു കൊടുത്ത് തങ്ങൾ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട്, പക്ഷേ അവർ പലപ്പോഴും ആമസ്തോത്രം നല്ല പോസ്റ്റിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പക്ഷേ യോസഫിനെ മറന്നു. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ കൈപിടിച്ച് ഉയർത്തി വിട്ട പലരും നമ്മുടെ അവരുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അവർ നമ്മളെ മറക്കും. പക്ഷേ അവരെ കൊണ്ട് ഓർപ്പിക്കുന്നൊരു ദിവസമുണ്ടാകുമെന്ന്. താൻ വ്യാഖ്യാനിച്ചു കൊടുത്ത, തങ്ങൾ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് യോസഫ് കൊടുത്ത ഒരുവൻ ആമസ്തോത്രം രാജാവിൻ്റെ പഴയ റെസ്പോൺസിബിലിറ്റിയിലേക്ക് എത്തുകയും ഒരുവനെ ഈ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും ഇടയായി തീർന്നു. പക്ഷേ രാജകൊട്ടാരത്തിൽ തിരിച്ചു കയറിയവൻ മറന്നുപോയി. ചില പദവികളിൽ നീ മുഖാന്തരം കയറിയവൻ മറന്നുപോയി. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ദൈവദാസന്മാരോട് പറയുന്നത്, നിങ്ങൾ കൈത്താങ്ങൽ കൊടുത്ത ചിലർ നല്ല ഉന്നതമാകുന്ന പദവികളിലെത്തിയപ്പോൾ അവരും മറന്നുപോയി. എന്നാൽ നിങ്ങളെ മറക്കാത്ത ഒരപ്പൻ, നിങ്ങൾ സേവിക്കുന്ന ഉടയ തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവരെ ഓർപ്പിക്കുന്നൊരു സമയമുണ്ടാകും. ആ സമയത്ത് നിന്നെ കൊണ്ടുവരും. അഭിസ്തോത്രം. അന്ന് യോസഫ് വ്യാഖ്യാനിച്ചത് വെളിപ്പെടുത്തി കൊടുത്തത് ഇന്നതാണ് അന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് മാറ്റിയിട്ട് ചെറിയൊരു പൊസിഷനിലാക്കി വെക്കാം. ചിലർ മറക്കുന്നത് നല്ലതാ, ചിലർ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാ. എന്തിനാണെന്നറിയാമോ? നിനക്ക് അവരെക്കാൾ ഉന്നതം, അവരുടെ തലമേൽ ഹല്ലേലൂയ അവരുടെ മേൽ പദവികളിൽ വരുവാൻ തക്കവണ്ണം യഹോവ നിന്നെ കൃപ ചെയ്യുമെന്ന് യോസഫ് തന്നെ പറയുന്നത്. അങ്ങനെയിരിക്കെ ഫറവോൻ സ്വപ്നം കണ്ടു. ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന സംഭവ ചരിത്രമാണ്. വ്യാഖ്യാനിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ യോസഫ് സ്തോത്രം പാനപാത്രവാഹകൻ പറയുന്നു, ഞങ്ങൾ അന്നൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിച്ച ഒരുവൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ, യോസഫിന് അഭിഷേകം പ്രാപിച്ചവനെ, ദർശനം പ്രാപിച്ചവനെ ഓർക്കുന്നൊരു നിമിഷമുണ്ടെന്ന്, ഒരു ദിവസമുണ്ടെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ ഓർക്കുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ധൈര്യത്തോടെ ഞാൻ പറയട്ടെ. ആ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും. അവൻ വ്യാഖ്യാനിച്ച് ഫറവോൻ കണ്ട സ്വപ്നത്തിന് യഥാർത്ഥമായി വ്യാഖ്യാനം കൊടുത്തപ്പോൾ തൻ്റെ കരത്തിൽ നിന്നും തൻ്റെ കയ്യിൽ നിന്നും മോതിരം ഊരി തൻ്റെ കയ്യിൽ അണിയിച്ചിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഉന്നതമാകുന്ന പദവികളിൽ ഇരുത്തുവാൻ, യോസഫിനെ തന്നോട് കൂടെ ചേർത്തിരുത്തുവാൻ, പൊസിഷനിൽ ഇരുത്തുവാൻ ദൈവം ഇടയായെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെയും ഉന്നതമാകുന്ന സ്ഥാനങ്ങളിൽ ഇരുത്തുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഒറ്റ കാര്യം, വിശ്വസ്തനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ നീ തയ്യാറാക്കണം. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് എനിക്ക് ഇന്നത് കിട്ടുന്നില്ലെന്ന് പറയുവാനല്ല വേണ്ടത്. മറിച്ച് ദൈവത്തിന് മുമ്പ് വിശ്വസ്തയോടെ നിൽക്കുന്നവരെ എൻ്റെ ദൈവത്തിന് ആവശ്യമാണ്. ഞാൻ നിങ്ങൾ വിശ്വസ്തരാണോ? വിശ്വസ്തരെ ദൈവം എണ്ണിക്കൊണ്ടിരിക്കുക, ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, ദൈവം വിശ്വസ്തരെ ഹല്ലേലൂയ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾ ഗണത്തിൽപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ മാനിക്കുന്നത് അതിവിദൂരമല്ലെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. യോസഫിനെ അവിടെ എത്തിച്ചു. ഫറവോൻ്റെ മകളെ തനിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ആദ്യത്തെ മകനുണ്ടായി, രണ്ടാമത്തെ മകനുണ്ടായി. ഇപ്പോൾ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്രീം എന്ന പേരിട്ടു. സങ്കടദേശത്ത് ഇന്നലെ വരെ സങ്കടങ്ങളായിരുന്നെങ്കിൽ, ഇന്നലെ വരെ ദുഃഖങ്ങളായിരുന്നെങ്കിൽ, ഇന്നലെ വരെ കണ്ണീരായിരുന്നെങ്കിൽ, സകല പരാജയങ്ങളായിരുന്നെങ്കിൽ, ആ ദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്.
ചുലന്നതമാകുന്ന ചില നന്മകളെ തരുന്ന ദൈവമുണ്ട്, ചില ഉദരഫലങ്ങളെ തരുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽ ആരെങ്കിലും സ്വന്തം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് തന്ന തലമുറകളെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ധൈര്യത്തോടെ ഞാൻ പറയട്ടെ. അവിടെ പറയുന്നത് എങ്ങനെയാണ്? സ്തോത്രം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് എബ്രീം എന്ന് പേരിട്ടു. സ്തോത്രം സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു, രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം ആനന്ദഘോഷം വരുന്നു. ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സ്തോത്രം യോസഫിനോട് ചോദിച്ച, യോസഫേ, ഇന്നലകളെ നീ കടന്നു വന്ന സാഹചര്യങ്ങളെ എന്തായിരുന്നു? ഇന്നലകളെ നീ അനുഭവിച്ച കഷ്ടതകൾ എന്തായിരുന്നു? ഉന്നതമാകുന്ന കഷ്ടതകൾ. എല്ലാം സ്വന്തം ഭവനത്തിൽ നിന്നും ത്യജിച്ചു വിട്ട്, സ്വന്തം അപ്പം പോലും മറന്നു വിട്ട്, അല്ല കൂടപ്പറപ്പുകൾ പോലും പൊട്ടക്കിണറ്റിൻ്റെ അകത്തിട്ട് ആർക്കും വേണ്ടാത്ത അനുഭവത്തിൽ കിടന്ന് നിന്നെ ഇന്ന് നീ വന്ന് നിൽക്കുന്നത് നിൻ്റെ കഴിവല്ല, ഉടയ തമ്പുരാൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്നാരെങ്കിലും എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉന്നതമാകുന്ന പദവികളിൽ പൊസിഷനുകളിൽ ഇരിക്കുന്ന അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിധേയപ്പെടുവാൻ കഴിയുന്നെങ്കിൽ ദൈവം പറയുന്നു, എന്നെ ഇനിയും മാനിക്കാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിധേയപ്പെടുന്ന ഒരാളെ പോലും ദൈവം കൈവിട്ടിട്ടില്ല, ഉപേക്ഷിച്ചില്ല. അവനെ മറന്നു വിടുവാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. യോസഫ് ധൈര്യത്തോടെ പറയാം. ഞാൻ വേണമെങ്കിൽ ഒരു 2 യാത്ര കാണിച്ചു തരാം. യോസഫ് സമൃദ്ധിയിൽ നിൽക്കുമ്പോൾ സ്വത്രം ഇങ്ങനെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ 2 യാത്രകളെ കാണിക്കാം. ഒരുവൻ വരുന്നത് പൊട്ടക്കിണറ്റിലൂടെ നിന്നയും പരിഹാസവും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ചാട്ടുമാറാടികളും കൊണ്ട് കടന്നു വന്ന് നിൽക്കുന്നവൻ ഇപ്പോൾ രാജാവിൻ്റെ അടുത്ത സ്വത്രം രഥത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത ചെയറിനോട് ചേർന്ന് 2ാം പദവിയിൽ മിസ്രൈമിൻ്റെ രാജാവിൻ്റെ 2ാം പദവിയിൽ നിൽക്കുന്നെങ്കിൽ തള്ളിയവർ വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം. എല്ലാം തീർന്നവരായി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് തള്ളിയവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഉടയ തമ്പുരാൻ. ഹല്ലേലൂയ. അവരും അവരെ തലമുറകളും ജീവൻ നിലനിർത്തുവാൻ വേണ്ടി കൈ ഒഴിഞ്ഞ പാത്രവുമായി കടന്നു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനം. ഇന്നലെ നമുക്ക് ചോദിക്കും, ഇന്നലെ എങ്ങനെയായിരുന്നു? ഇന്നലെ ഞങ്ങൾ പ്രൗഢിയിൽ ജീവിച്ചവരാ. ക്ഷാമം അതികഠിനമായി തീർന്നപ്പോൾ, പ്രതികൂലം അതികഠിനമായി തീർന്നപ്പോൾ ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി ഇന്നലെ നീ തള്ളിയവൻ്റെ മുമ്പിൽ നിർത്തുവാൻ എൻ്റെ ദൈവശക്തനാണെന്ന്. എൻ്റെ കൂടപ്പറപ്പുകളെ സ്തോത്രം യോസഫ് മറന്നില്ല. പക്ഷെ യോസഫിനെ കൂടപ്പറപ്പുകൾ മറന്നു. യോസഫിന് മുമ്പിൽ വന്ന് ഭക്ഷണം മേടിക്കുവാൻ വന്ന് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു. ഇന്ന് പകൽ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഇന്ന് നല്ല പദവികളിൽ നിൽക്കുമ്പോൾ, ഇന്ന് നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ തള്ളിയവരായിരിക്കാം, നിന്ദിച്ചവരായിരിക്കാം, അപമാനിച്ചവരായിരിക്കാം, പുറത്തു തള്ളിയവരായിരിക്കാം. പക്ഷേ ഇന്നവരുടെ കഷ്ടതയിൽ നീ കൈത്താങ്ങൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, നീ അവരെ മറക്കുവാനല്ല, ഞാനും നിങ്ങൾ മറക്കുവാനല്ല, മറക്കാതെ അവൻ്റെ മുമ്പിൽ വിശ്വസ്തരായി നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ ദൈവം പറയുന്നു, നിന്നെ മാനിക്കുവാൻ ഇടയായിത്തീരും. അതാണ് ഇവിടെ പറയുന്നത്, സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചതുകൊണ്ട്. എവിടെയാണ് വർദ്ധിപ്പിച്ചത്? സമൃദ്ധിയിലല്ല വർദ്ധിപ്പിച്ചത്, സങ്കടദേശത്ത്, കണ്ണുനീരിൻ്റെ ദേശത്ത്, വേദനയുടെ ദേശത്ത്, കഷ്ടതയുടെ ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എബ്രീം എന്ന് പേരിട്ടു. സ്തോത്രം. അതാണ് പറയുന്നത്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്ന്. സങ്കീർത്തന പുസ്തകം 45:10. അല്ലയോ കുമാരി, കേൾക്ക, നോക്ക, ചെവിച്ചയക്കാം, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക. ജീവിതത്തിൽ ചിലതും യോസഫ് മറന്നത് അവന് അനുഗ്രഹമായതുപോലെ. സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്നത് ഇപ്പോൾ യോസഫിനോട് പറയാം, എനിക്ക് അനുഗ്രഹമായി എന്ന്. സ്തോത്രം.
അതാണ് സങ്കീർത്തനം 30:55 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്യമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്ന്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്യമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അമ്മ സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം, അമ്മ കഷ്ടതകളെ മാറ്റിക്കളയുന്ന ദൈവിക സാന്നിധ്യം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഈ ദൈവിക ശബ്ദം നിങ്ങൾ കേൾക്കുന്ന നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ കഷ്ടതകളെ എൻ്റെ ദൈവം മാറ്റും, നിങ്ങളുടെ വേദനകളെ എൻ്റെ ദൈവം മാറ്റും, നിൻ്റെ രോഗങ്ങളെ മാറ്റും. നീ ഇന്ന് അനുഭവിക്കുന്ന രോഗം, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന, നീ കരയുന്ന നിൻ്റെ തലമുറകളെ ഓർത്ത്, നിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ഓർത്ത്, ഇന്ന് അതെല്ലാം നിനക്ക് കഷ്ടതയാ നിൻ്റെ തലയ്ക്കുമേതെ നിൽക്കുന്നെങ്കിൽ, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതെല്ലാം മാറ്റി എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ ഇടയായിത്തീരും. അതാണ് ദൈവത്തിൻ്റെ വചനം. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. യോസഫ് ദൈവത്തെ മാനിച്ചതുകൊണ്ട് യോസഫിനെ ദൈവവും മാനിച്ചു. ആമേൻ. ഞാനും നിങ്ങളും ദൈവത്തെ മാനിക്കുന്നെങ്കിൽ, ദൈവത്തിന് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ആ സ്നേഹം, ആ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന, ദൈവത്തിന് കൊടുക്കുന്ന പ്രാർത്ഥന, സ്തുതികൾ ഞാനും നിങ്ങളും കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, കുഞ്ഞെ, ദൈവം നിന്നെയും മാനിക്കുവാനിടയായിത്തീരും. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ലെന്ന വചനം പഠിപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. അവൻ മക്കൾ അപ്പനോട് അമ്മ മുട്ട ചോദിച്ചാൽ, അമ്മ സ്വത്രി കല്ലിനെ കൊടുക്കുമോ, തേളിനെ കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ അമ്മ സ്വത്രി ഈ ഭൂമിയിലെ അപ്പനമ്മമാർ ഏറ്റവും ഉന്നതമാകുന്ന കൊടുക്കുന്നെങ്കിൽ, എൻ്റെ ദൈവം എത്ര അധികമായി നന്മകളെ തരും. അങ്ങനെ ഇത് പകരം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആശ്രയം എവിടെയാണ്? നിങ്ങൾ ആരിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വഴികളിലാണ് നിങ്ങൾ നടക്കുന്നത്? ദൈവത്തിന് തന്ന ദർശനത്തിന് ഒത്തവണ്ണമാണ് നിങ്ങൾ പോകുന്നത്? അങ്ങനെ പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം മാനിക്കാതെ കുഞ്ഞെ നിന്നെ വിടത്തില്ല. മാതാവേ, പിതാവേ, അമ്മ കൂടപ്പുറപ്പേ, അമ്മ കുഞ്ഞെ, അമ്മ സ്വത്രം നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ മാനിക്കാതെ ദൈവം വിടത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കാം, ഈ രോഗം അമ്മ ഇനി മാറത്തില്ല, ഈ കഷ്ടതകൾ മാറത്തില്ല, അമ്മ സ്വത്രം ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ ദൈവത്തിന് മുമ്പ് നിങ്ങൾ വിശ്വസ്തയോടെ നിന്ന് രോഗസൗഖ്യം ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് രോഗസൗഖ്യം തന്ന് നിൻ്റെ കിടക്കമേൽ നിന്നും എഴുന്നേൽക്കുവാനിടയായിട്ട് വരും. നൈനിലെ വിധവ പറഞ്ഞതുപോലെ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ടും നായ്ക്കൾ ഉപജീവനം കഴിക്കുന്നില്ലയോ എന്ന്. അപ്പോൾ ദൈവം അമ്മ ആ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നിൻ്റെ വിശ്വാസം എവിടെയാ? നിൻ്റെ ഉറപ്പ് എവിടെയാ? ആമേൻ. ഉറച്ചിരിപ്പാൻ നീ തയ്യാറാകുമോ? ദൈവത്തോട് ചേർന്നിരിപ്പാൻ നീ തയ്യാറാകുമോ? ദൈവത്തോട് കൂടെ നടക്കാൻ തയ്യാറാകുമോ? ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ദൈവത്തെ വിട്ട് നടക്കുവാൻ ഹാനോക്കിന് കഴിയത്തില്ല. കാരണം ദൈവവും ഹാനോക്കുമായിട്ടുള്ള ബന്ധം, ഹാനോക്കിൻ്റെ ബന്ധം ഈ ലോകത്തിലെ ബന്ധത്തെക്കാൾ ഉപരി ദൈവത്തിനോടുള്ള ബന്ധമായിരുന്നു ഹാനോക്കിന് പ്രാധാന്യത. ആ പ്രാധാന്യത നമ്മൾ കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ടത് പ്രാധാന്യത നമ്മൾ കൊടുക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ മാനിക്കും. അതാണ് യോസഫിൻ്റെ ജീവിതത്തിൽ. യോസഫിനെ ദൈവം മാനിച്ചപ്പോൾ യോസഫ് ഒരിക്കലും തൻ്റെ കൂടപ്പുറപ്പുകളെ മറന്നുപോയിട്ടില്ല. പലപ്പോഴും കൂടപ്പുറപ്പുകൾ ഒരാൾക്ക് ഒരു നന്മയുണ്ടായ പലപ്പോഴും കൂടപ്പുറപ്പുകൾ മറന്നു പോകുന്നവരാണ്. എന്നാൽ മറക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ ഭദ്രമായി മറച്ച് ഹല്ലേലൂയ പരിപാലിക്കുന്ന ദൈവം എന്നെ ഇത്രത്തോളം നടത്തി, എന്നെ ഇത്രത്തോളം നന്മയിലെത്തിച്ചു എന്ന് പറഞ്ഞ് കഷ്ടതയിലിരിക്കുന്ന കൂടപ്പുറപ്പിനെയും കൂടെ ചേർത്ത് പിടിക്കാനൊരു മനസ്സുണ്ടാകട്ടെ. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ നിങ്ങൾ മറക്കുന്നുണ്ടോ? ഒരുപക്ഷെ കഴിഞ്ഞ നാളുകൾ നിങ്ങളെ മറന്നതായിരിക്കാം, നിങ്ങളെ വേണ്ട എന്നിരിക്കാം. ഇന്ന് അവർ കഷ്ടതയിലാണെങ്കിൽ നിങ്ങളവരെ ഓർക്കുന്നുണ്ടോ? അവരെ കഷ്ടതയിൽ അവരോട് ചേർന്നിരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു,
ദൈവം നിങ്ങളെയും മാനിക്കും. കാരണം ദൈവത്തിൻ്റെ കരത്തിൽ നീ പ്രാപിച്ചത് സ്തോത്രം, അത് നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റു ചിലർക്കും കൂടെ അത് നന്മയായി തീരണം. യോസഫ് ഒരിക്കലും തനിക്കെന്ന് വന്ന് ചിന്തിച്ചില്ല. യോസഫ് ഒരിക്കലും അപ്പനെ വിട്ടില്ല. യോസഫ് രാജാവിനോട് പറയും, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു, എനിക്കൊന്ന് അവനെ പോയി കാണണം. താനുണ്ടായിരുന്ന ദേശത്ത് തനിക്കുണ്ടായിരുന്ന അപ്പനെയും സ്വന്തം കൂടപ്പിറപ്പുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ ദേശത്ത് ഒരുമിച്ച് ജീവിക്കുവാനിടയായെങ്കിൽ ഇന്ന് പകൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ആത്മീക ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, നിങ്ങൾ കൈപിടിച്ചവരെ, നിങ്ങളെ ഉയർത്തിയവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ, നിങ്ങളുടെ പാസ്റ്റർമാരെ, നിങ്ങളുടെ സ്വന്തം വിശ്വാസികളെ നിങ്ങൾ മറന്നു പോകരുത്. അവരെയും ചേർന്ന് അവരുടെ കഷ്ടതയിൽ നിങ്ങൾ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ സഹായിക്കുകയും കൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. പലരും പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാം, കഷ്ടത ആണ് സഹായിക്കണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാമെന്നും അല്ല, പ്രാർത്ഥന മാത്രമല്ല, സഹായം കൂടെ ചെയ്യുവാനിടയാകണമേ. അതാണ് ദൈവിക സ്നേഹം. ഒരുവന് മുട്ടുണ്ടെങ്കിൽ പോയി വരിക എന്ന് പറയാതെ അവനോട് ചേർന്ന് അവനും കൂടെ നന്മ കൊടുക്കുവാൻ ഇടയാകണം. അങ്ങനെ ഇടയാകുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിൻ്റെ ആവശ്യങ്ങളെ നീ ചോദിക്കുന്ന മുമ്പേ അറിയുന്നൊരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ യോസഫിനെ പോലെ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുമോ? ആ ദൈവം പറയുന്നു, നിന്നെ മാനിക്കാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് പകലിൽ നിൻ്റെ സാഹചര്യം എന്തുമാകട്ടെ, ഏത് വിഷയമാകട്ടെ നീ ഭാരപ്പെടുന്നത്, നിൻ്റെ ദർശനം തന്ന ദൈവത്തിന് മുറുകെ പിടിക്കുക. ദൈവം നിന്നെ ഉന്നതമാകുന്ന പദവികളിൽ ഇരുത്തും. നിനക്ക് ശ്രേഷ്ഠമാകുന്നൊരു നന്മയെ ദൈവം തരും. നീ തൻ്റെ തല കുനിക്കുവാൻ ഇടയാകത്തില്ല. സങ്കടദേശത്ത് ഇന്ന് സങ്കടമാണ്, സങ്കടദേശത്തും ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. മാനിച്ചേ നിന്നെ വിടത്തുള്ളൂ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, സങ്കടദേശത്ത് ഇന്ന് പലരുമായിരിക്കുന്നെങ്കിൽ അവർ കർത്താവ് ഒരു ഉയർച്ച കൊടുക്കണമേ, ചില പൊസിഷന് കൊടുക്കണമേ കർത്താവ്. ചിലർ കർത്താവ് ട്രാൻസ്ഫറായി, ചിലർ കർത്താവേ സ്തോത്രം ജോലിയിൽ പ്രൊമോഷനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ മാനിക്കണമേ, അവർ വിശ്വസ്തത ദൈവം കാണണമേ. ആരുടെ മുമ്പിലും തലകുനിക്കുവാൻ ഇടയാകാതെ വണ്ണം ദൈവം മാനിക്കണം. രോഗക്കിടക്കി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വിടുതൽ കൊടുക്കണം, രോഗക്കിടകൾ മാറ്റിപിരിച്ചാട്ടെ. ദൈവിക നന്മകളെ കൊണ്ട് അവരെ നിറച്ചേ മതിയാവുന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം, അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ഇട്ടിരിക്കുകയായി സ്തോത്രം. യോസഫിനെ മാനിച്ച അതേ അനുഗ്രഹത്തെ കൊണ്ട് ഈ നല്ല നിമിഷം എൻ്റെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമാകട്ടെ, നന്മയാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. Amen. Amen. Amen.